ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് മടി പിടിച്ചിരുന്നൊരു കാര്യം ഇന്ന് ചെയ്യാൻ പോവാണ്. ഇന്ന് മുതൽ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ. എണീറ്റ് തമ്പുരുവിനെ സ്കൂളിലാക്കി രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ്ങും ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണം. എന്നിട്ട് വൈകിട്ട് ജിമ്മിൽ പോകണം. ഇന്നോട്ട് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റാകാമെന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 100 days ചലഞ്ചാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സക്സസ് ആവുമോ, 100 days എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും ഞാനിത് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ് ആണ് ബാക്കിയുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം വേണം ഇനി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. രാവിലെ ഇതെല്ലാം ഇങ്ങനെ തന്നെ നമ്മൾ ഇട്ടിട്ട് പോയാലേ നമുക്കൊരു മനസ്സിനൊരു സമാധാനക്കേട. വൈകുന്നേരം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഒരു എനർജി വേണമെങ്കിൽ കിച്ചൺ നല്ല ക്ലീനായിട്ട് കിടന്നാൽ മാത്രമേ അത് തോന്നുള്ളൂ. അപ്പോൾ വേഗം തന്നെ ഇതെല്ലാം ക്ലീനാക്കി ഒന്ന് ഒതുക്കി എല്ലാം കബോർഡിലൊക്കെ ആക്കി വെച്ചിട്ട് ഇനി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അപ്പോൾ കുറച്ചധികം ക്ലീനിങ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ എടുത്ത് കബോർഡിലൊക്കെ ആക്കി, നേരത്തെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ കബോർഡിലാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനും ഉണ്ടായിരുന്നു. അതും അങ്ങനെ കഴുകി എടുത്ത് കബോർഡിലാക്കി വെച്ചു. ഇനിയിപ്പം പോകാൻ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിലൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. തമ്പുരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്ന് അവിടെ വെക്കും. അപ്പോൾ അത് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു പണി. സെറ്റാക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നും ഇല്ലായിരുന്നു ഇതുകൊണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ആവശ്യം ഉണ്ടാവുമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി തമ്പുരുവിൻ്റെ റൂം ക്ലീൻ ചെയ്യാനുള്ളതായിരുന്നു. രാവിലെ അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുൾ അലമ്പായിരിക്കും. അപ്പോൾ അവൾ ബെഡിട്ട് താഴെയാണ് കിടന്നുറങ്ങുന്നത്. അവൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പം താഴെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് രാവിലെ റൂമും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കുറേ പരിപാടികൾ പിന്നെയും ബാക്കി ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ വൈകുന്നേരം വരുമ്പോഴത്തേക്കിനും. അപ്പം ജസ്റ്റ് ഓടിച്ചു വിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. അങ്ങനെ ക്ലീനിങ് ഏകദേശം റൂമും ഹോളും ഒക്കെ ക്ലീൻ ചെയ്ത്, കിച്ചണും ഏകദേശം ക്ലീൻ ചെയ്ത്, റൂമിൽ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അവിടുന്ന് മാറ്റി അലക്കാനൊക്കെ കൊണ്ടുവന്നിട്ടു. അതിനുശേഷം ഇനിയിപ്പോൾ എനിക്ക് കുളിച്ച് റെഡി ആവണം. അപ്പോൾ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം. രാവിലെ ഒട്ടും സമയം കിട്ടാറില്ല. അപ്പോൾ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ചെയ്തിട്ട് പോകാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി വേഗം റെഡിയായി പോകാൻ വേണ്ടിയിട്ട് നോക്കണം. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ക്രീം, മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇടും. പിന്നെ പൗഡർ, അത് ഞാൻ സ്ഥിരമായിട്ട് പൗഡർ ഇടുന്ന ആളാണ്. ഇവിടുന്ന് ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പൗഡർ വിയർത്ത് പോകുമെങ്കിലും എന്തിനാണെന്നറിയില്ല, ഞാനതിങ്ങനെ സ്ഥിരമായിട്ട് ഇടാറുണ്ട്. പൗഡർ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പക്ഷേ ഞാൻ മുടങ്ങാണ്ട് പൗഡർ ഇടും. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ വാരി പൊത്തി ഇടുന്നുണ്ട്. മോയ്സ്ചറൈസറൊക്കെ ഇട്ട് പിന്നെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് സെറ്റാകാൻ വേണ്ടി നോക്കുകയാണ്. രാവിലെ വലിയ രീതിയിൽ നിന്ന് സമയം കളയാറില്ല. പൗഡർ ഇടുന്നത് ഇതാ പൗഡർ ഇടുന്നതിൻ്റെ രീതിയുണ്ട്. പൗഡർ കുറേ വാരി പൊത്തും. ആ സമയത്ത് എനിക്ക് തോന്നും പൗഡർ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റായെന്ന്. കാരണം വേറെ മേക്കപ്പൊന്നും ചെയ്യാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പൗഡർ വാരി ഇടുന്നത്. മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മാല എടുത്തിട്ടു. മാലയൊക്കെ ഇട്ട് സെറ്റാകുകയാണ്. അപ്പോൾ ഇനി മുടി ഒന്ന് ഡ്രൈ ആക്കാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കണ്ണും കൂടെ ഒന്ന് എഴുതുന്നുണ്ട്. കണ്ണെഴുതാൻ മാത്രമല്ല, ഈ കണ്ണെഴുതുന്നത് വെറുതെ എഴുതുക കേട്ടോ. ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനുള്ളിൽ അത് പോകും വേഗം. ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കും. കണ്ണിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതും ഈ എഴുതുന്നത് കുഞ്ഞിൻ്റെ കൺമഷിയും കൊണ്ടാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അതങ്ങനെ അധിക സമയം ഇരിക്കാറില്ല. ഐലൈനറൊന്നും ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ മുടിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ചീകി ഹീറ്റ് കൊടുത്ത് ഉണക്കുവാണ്. അപ്പോൾ അങ്ങനെ വേഗം ഉണക്കുകയാണ്. പെട്ടെന്ന് ഉണക്കി അങ്ങനെ റെഡി ആകാൻ വേണ്ടി വാച്ചൊക്കെ കെട്ടി ഇനിയും പോവാണ്. അപ്പോൾ ഇന്ന് ജിമ്മിൽ പോകുന്നത് എനിക്ക് ഞാൻ എന്നെ തന്നെ പിടിച്ച് വലിച്ച് ജിമ്മിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഞാൻ എങ്ങനെ എത്തും എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പോകാൻ നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മിൽ കൊണ്ടുപോകാനുള്ള ഷൂ ആണ് എടുത്ത് വണ്ടിയിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. ജിമ്മിലേക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ ഞാൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ വൈകുന്നേരമാണിത്. വൈകുന്നേരം ഞാൻ ജിമ്മിലെത്തി. അങ്ങനെ
ജിമ്മിലേക്ക് കയറുകയാണ്. വീഡിയോസൊക്കെ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എങ്കിലും ഞാൻ വന്ന് വാമപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, ജസ്റ്റ് വാമപ്പ് മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ വാമപ്പ് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ജോയിൻസിന് ഇങ്ങനെ ചെയ്യുകയാണ്. ഇപ്പം നെക്കിന് ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വാമപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ എനിക്ക് ഇപ്പം അത്രയ്ക്കായിട്ടില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം മാസ്റ്റർ പഠിപ്പിച്ചു തന്ന വാമപ്പാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾ വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തതാണിത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് എക്സസൈസ് കാര്യങ്ങളാണ് നമ്മുടെ മസിൽസൊക്കെ ഒന്ന് അയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് പിന്നെ മുന്നോട്ട് വേറെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇത്രയും ദിവസം നമ്മൾ വർക്കൗട്ടൊന്നും ചെയ്യാതിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ചെറിയ രീതിയിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഞാൻ മടി മാറ്റി വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വാമപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു പെയിൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സ്വെറ്റായിരുന്നു. അങ്ങനെ വാമപ്പ് 1-2 സ്റ്റെപ്പുകൾ ഇതുപോലെയുള്ള എക്സസൈസുകളൊക്കെ ഇത് നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം കേട്ടോ. ഏത് സമയത്ത് നമുക്കിങ്ങനെ ചെയ്യാം. പക്ഷേ അതിനുള്ള ടൈം നമ്മൾ കണ്ടെത്തണമെന്ന് മാത്രം. എനിക്ക് ആ ഒരു ടൈം വീട്ടിൽ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ജിമ്മിലേക്ക് വന്നത്. അപ്പം ജിമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വൈബിനനുസരിച്ച് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ടൈം പോവും. പക്ഷെ നമ്മൾ പിടികൊടുക്കില്ല, നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യില്ല. അതാണ് ഞാൻ ജിമ്മിലോട്ട് ഇപ്പോൾ വരാൻ തന്നെ കാരണം. അപ്പം എന്തായാലും വർക്കൗട്ട് ചെയ്യണം. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറും വർക്കൗട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ജിമ്മിലെ ഫസ്റ്റ് ഡേ. ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒരു ചെറിയൊരു വർക്കൗട്ടാണ്. അതിനകത്ത് ഹെവി ആയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേയിലെ വർക്കൗട്ട് ഇതാ ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ വർക്കൗട്ട് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യാം. എൻ്റെ കൂടെ തന്നെ ചലഞ്ചിന് റെഡിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ 1 day to 100 days ചലഞ്ച് നമുക്ക് ചെയ്യാം. ചെറിയ വർക്കൗട്ടിലൂടെ തന്നെ നമുക്ക് നോക്കാം നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.